കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്കെല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ മഹത്വപരിനാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം. 2023 എന്ന സംഭവബഹുലമായ വർഷം നമ്മെ വിട്ട് കടന്നു പോവുകയാണ്. ഒത്തിരി ദൈവപ്രവർത്തികൾ, ദൈവത്തിൻ്റെ കരുണകൾ, ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്ന് കർത്താവ് ശക്തമായി നമ്മോട് പറഞ്ഞ നമ്മുടെ പ്രതിസന്ധിയുടെ സാഹചര്യങ്ങളിൽ നമുക്ക് വെളിപ്പെടുത്തി തന്ന എത്ര അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾ. പ്രതിസന്ധിയുടെയും പ്രതികൂലത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും ഒക്കെ അനുഭവങ്ങൾക്കകത്തൂടെ നമ്മൾ പോയെങ്കിലും ശത്രുവിൻ്റെ വായിൽ ഒരു പരാജയത്തിൻ്റെ പാട്ടായി നാം മാറാതെ, നമ്മെ നിന്ദിക്കുന്നവർക്ക് മുമ്പിൽ ഒരു പരാജയത്തിൻ്റെ ചരിത്രമായി നാം തീരാതെ, നമ്മെ കരുതിയ ദൈവത്തിന് ഈ അവസാന മിനിറ്റുകൾ നിന്നുകൊണ്ട് ഹൃദയം തുറന്ന് ഒരു നന്ദി പറയാൻ കഴിയുമോ? ഹല്ലേലൂയ. പിതാവേ, ഞങ്ങളെ പുലർത്തിയതിന്, നടത്തിയതിന്, കരുതിയതിന്, മാനിച്ചതിന് നന്ദിയപ്പാ. ഹല്ലേലൂയ. പ്രിയരേ, ഈ 2024 പ്രാരംഭത്തിൽ എനിക്ക് നിങ്ങളോട് പറയാൻ ഒരാത്മീയ സന്ദേശമുണ്ട്. ഒരു വാക്യം വായിക്കുന്നു. യെശയ്യാപ്രവചനം 7-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങൾ. അരാമും എഫ്രൈമും രെമല്യാവിൻ്റെ മകനും നിന്റെ നേരെ ദുരാലോചന ചെയ്യുക കൊണ്ട് യഹോവ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അത് നടക്കയില്ല, സാധിക്കുകയും ഇല്ല. ഈ പദം നിങ്ങളുടെ ഹൃദയത്തിലിരിക്കട്ടെ. അത് നടക്കയില്ല, അത് സാധിക്കുകയുമില്ല. എന്താ നടക്കാത്തെ? പ്രാർത്ഥിക്കുന്ന നിനക്കെതിരെ നീ അറിയാതെ ദുഷ്ടൻ ചെയ്ത ദുരാലോചനകൾ, നീ അറിയാതെ നിന്നെ തകർക്കാൻ, നിന്റെ വഴികളടയ്ക്കാൻ, നിന്നെ ഇല്ലായ്മ ചെയ്യാൻ അവനൊരുക്കിയ പദ്ധതികളെ ദൈവം ക്യാൻസൽ ചെയ്യുന്നു. 2-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുക, അരാം എഫ്രൈമിനോട് യോജിച്ചു എന്ന് ദാവീദ് ഗ്രഹത്തിന് അറിവ് കിട്ടിയപ്പോൾ അവൻ്റെ ഹൃദയവും അവൻ്റെ ജനത്തിൻ്റെ ഹൃദയവും കാട്ടിലെ വൃക്ഷങ്ങൾ കാറ്റുകൊണ്ടുലയും പോലെ ഉലഞ്ഞുപോയി. നമ്മളെ ഉലച്ച് കളഞ്ഞ ഒത്തിരി വാർത്തകൾ ഈ 2023 നമ്മുടെ ഹൃദയത്തിൽ വന്ന് തട്ടി. നമ്മുടെ കുടുംബത്തെ ഉലച്ച, നമ്മുടെ കൂടപ്പറപ്പുകളെ ഉലച്ച് കളഞ്ഞ ഒത്തിരി വാർത്തകൾ. പക്ഷേ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, വിശ്വസിക്ക്. നിനക്കെതിരെ ഉയർന്നു വന്ന സകല ശത്രുവിൻ്റെ പ്ലാനുകളെയും, സകല ശത്രുവിൻ്റെ പദ്ധതികളെയും ദൈവം ക്യാൻസൽ ചെയ്യുക. നിന്നെ കൊള്ളയിടാൻ, നിൻ്റെ ഉപജീവനത്തിൻ്റെ വഴിയടയ്ക്കാൻ, നിൻ്റെ കുടുംബജീവിതത്തെ തകർക്കാൻ, നിൻ്റെ തലമുറയുടെ ഭാവി ഇല്ലാതാക്കാൻ, നിൻ്റെ കുടുംബത്തെ കണ്ണുനീരിൻ്റെ ഭവനമാക്കാൻ പിശാച് വെച്ച സകല പദ്ധതികളെയും ദൈവം ക്യാൻസൽ ചെയ്യുന്നു. കർത്താവ് അരുളി ചെയ്യുക, അത് നടക്കയില്ല, അത് സാധിക്കുകയുമില്ല. പ്രാർത്ഥിക്കുന്നവന് വിരോധമായി ഒരുക്കിയ ഗൂഢാലോചനകളെ പരിശുദ്ധാത്മാവ് ക്യാൻസൽ ചെയ്തു. പിന്നെ എന്താ നടക്കുന്നേ? എന്താണ് പ്രാർത്ഥിക്കുന്നവൻ്റെ ജീവിതത്തിൽ നടക്കുന്നത്? സങ്കീർത്തനങ്ങളുടെ പുസ്തകം 107-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ കുറിക്കുകയാണ്, ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു, അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു. എന്താ സാധിക്കാൻ പോകുന്നേ? ദുഷ്ടൻ നിൻ്റെ മേൽ പ്ലാൻ ചെയ്തതല്ല, ശത്രു നിനക്കെതിരെ പദ്ധതി കിട്ടതല്ല. നിൻ്റെ ജീവിതത്തിൽ സാധിക്കാൻ പോകുന്ന എന്താ? 2024 നിൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് എന്താണ്? വിശ്വസിക്ക്. ഈ ദൂത് ഹൃദയത്തോട് ചേർത്ത് വെക്ക്. അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു. നീ ആഗ്രഹിച്ച തുറമുഖത്ത് നിൻ്റെ കുടുംബമെത്തും. നീ ആഗ്രഹിച്ച തുറമുഖത്ത് നിൻ്റെ ശുശ്രൂഷയെത്തും. നീ ആഗ്രഹിച്ച തുറമുഖത്ത് നിൻ്റെ തലമുറയെത്തും. അവൻ നിന്നെ എത്തിക്കും. ഒരിക്കൽ കൂടെ പറയുന്നു, ഈ ദൈവം വലിയ ദൈവം. അവൻ നിങ്ങളുടെ കരങ്ങൾക്ക് പിടിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന തുറമുഖത്ത് അവൻ എത്തിക്കുന്നു. 2 ദൂതുകൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചേ. ദുഷ്ടൻ്റെ ആശ നടക്കത്തില്ല, അത് സാധിക്കത്തില്ല. നിനക്കെതിരെയുള്ള ദുരാലോചനകളെ ദൈവം ക്യാൻസൽ ചെയ്യുന്നു. നീ ആഗ്രഹിക്കുന്ന തുറമുഖത്ത് എൻ്റെ ദൈവം നിങ്ങളെ എത്തിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ഒരു വാക്കിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. ഈ പുതുവർഷത്തിൻ്റെ ആരംഭത്തിൽ ഈ ജനത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ഇവരൊരു അനുഗ്രഹമാകട്ടെ, ഇവരുടെ കുടുംബം അനുഗ്രഹമാകട്ടെ, ഇവരുടെ തലമുറകൾ അനുഗ്രഹമാകട്ടെ, ഇവരുടെ ഉപജീവനങ്ങൾ അനുഗ്രഹമാകട്ടെ, ഇവരുടെ ആത്മിക ജീവിതം അനുഗ്രഹമാകട്ടെ, ഇവരുടെ ശുശ്രൂഷകൾ അനുഗ്രഹമാകട്ടെ. 2023 ഇവർ കാണാത്ത, ഇവരറിയാത്ത, ഇവർ സ്വപ്നം പോലും കാണാത്ത പുത്തൻ വഴികൾ, ദൈവപ്രവർത്തികൾ, ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കർത്താവിൻ്റെ ജീവിതത്തിൽ കോരിച്ചൊരിയണമേ. ദൈവത്തിൻ്റെ വാതിലുകൾ തുറക്കുന്ന, ദൈവത്തിൻ്റെ ഇടപെടലുകൾ വെളിപ്പെടുന്ന, പരിശുദ്ധമായ നടത്തിപ്പുകൾ വെളിപ്പെടുന്ന അസാധാരണ വർഷമായി ഈ വർഷം ഇവരുടെ ജീവിതത്തിൽ മാറട്ടെ. എല്ലാ ചുവടുവെപ്പുകളെയും ദൈവം അനുഗ്രഹിക്കണം. പ്രാർത്ഥിച്ച് ജനത്തെ അനുഗ്രഹിക്കുന്നു. കർത്താവ് ധാരാളം മാനിക്കണമേ. യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ റിഞ്ചു ഫിലിപ്പ് തിരുവല്ല.